അവര് വരണോ? സ്കൂളുകാര്. ഞാൻ എന്ത് സമാധാനം പറയൂ എന്റെ ഈശ്വര? ഞാൻ സമ്മതിച്ചില്ല എന്ന് പറയണം. അവരെന്റെ മുഖത്ത് തുപ്പും. പണ്ടാലടങ്ങാൻ ഞാൻ വാക്കും കൊടുത്തു, അവരത് അനൗൺസ് ചെയ്യുകയും ചെയ്തു. എനിക്ക് വയ്യ, ഞാൻ അവരെ ഫേസ് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ പറയാം. അയ്യോ എന്റെ പൊന്നെ, താനൊന്നും പറയണ്ട. കെ നായർക്ക് ഇവിടെ എന്താ വിലയെന്നറിയോ? ഒക്കെ പോയി, പൊക്കോട്ടെ. എന്നാലും എന്നോട് മുഷിഞ്ഞ് ഇവിടുന്ന് പോകരുത്, ആ ഒരു അപേക്ഷയേ ഉള്ളൂ. മിസ്റ്റർ കെ നായർ, ഞാനായിട്ട് നിങ്ങളുടെ വില കളയാനില്ല. എന്താ പറഞ്ഞേ? ഞാൻ വരാം. എന്റെ ഗുരുവായൂരപ്പാ, വെള്ളി കൊണ്ടൊരാൾ രൂപം, ഒരു പാൽപായസം, ഒരു ത്രിമധുരം, ഒരു തുലാഭം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് ആദ്യത്തെ അവസാനത്തെയാണ്. അമ്മയാണ് സത്യം, എന്റെ 2 മക്കളാണ്, മരിച്ചുപോയ ഭാര്യയാണ് സത്യം. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ട് കവിത എങ്ങനെ ഉണ്ടാകുന്നു ഇപ്പൊ മനസ്സിലായോ? കെ നായർ വാക്ക് പറഞ്ഞ വാക്കാ. അല്ല, ആദ്യമൊന്നും മൂപ്പര് സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു, ചന്ദ്ര നീ ഇത് സമ്മതിച്ചില്ലെങ്കിൽ ഇതോടെ ഞാൻ നിന്നുള്ള ബന്ധം അവിടെ മൂപ്പര് വീണു. എന്തും എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് ഞാൻ പറയുന്ന ടീച്ചർ ശ്രദ്ധിക്കുന്നില്ല തോന്നുന്നു. ഉണ്ട് സർ, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാൻ പ്രസംഗം ഒന്ന് കേൾക്കട്ടെ. നിറങ്ങളുണ്ടായി, ജീവജാലങ്ങൾ, ഭൂമി, സൂര്യൻ, സൗരയൂഥം, നക്ഷത്ര കോടികൾ, ഇതിന്റെയൊക്കെ സൃഷ്ടി രഹസ്യങ്ങൾ എന്താണ്? ഉത്തരങ്ങൾ അപൂർണമാണ്. എല്ലാ അന്വേഷണങ്ങളും അവ്യക്തമായ അനന്തമായ ഒരു പെരുവഴിയിൽ അവസാനിക്കുന്നു. ദുരൂഹതകളുടെ ഈ അനന്തതയെ, ആദിയെ നാം പ്രകൃതി രഹസ്യമെന്നോ ഈശ്വരനെന്നോ പരമാത്മാവെന്നോ വിളിക്കുന്നു. ഓരോ അന്വേഷകനും എന്നതുപോലെ ഞാനിവിടെ എത്തിച്ചേർന്നത് രഹസ്യങ്ങളുടെ ഈ അനന്തതയിലാണ്. ചിലരെന്നെ വേദാന്തി എന്ന് പരിഹസിക്കുന്നു, വിപ്ലവത്തിന്റെ ഒറ്റുകാരനെന്ന് അധിക്ഷേപിക്കുന്നു. ഞാനിതൊന്നുമല്ല, മുറിവേറ്റ ഒരു പക്ഷി മാത്രമാണ്, മുറിവേറ്റ ഒരു പാവം പക്ഷി. Thank you, Mr. Chandradas, for your kind, intellectual, poetical, and enchanting speech. Next item, vote of thanks. Before that, I have a request to our chief guest. You may be kind enough to share some more time to see the artistic performances of our students. It will be a great encouragement to the little artist. Will you please? Okay. മനുഷ്യനെ ഉപദ്രവിക്കുന്നതിനൊരു പരിധിയുണ്ട്. പബ്ലിക് മീറ്റിംഗ് കഴിഞ്ഞ് ഉടനെ അയക്കാമെന്ന് പറഞ്ഞിട്ടിപ്പോ സാരമില്ല, നമുക്കൊരു 10 മിനിറ്റ് ഇരുന്നാൽ മതി. പിന്നെ വേറൊരു വിശേഷമുണ്ട്. തന്റെ കവിതയെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട് ഒരു കുട്ടി. എന്റെ കവിത? പേര് തെറ്റിയോ? ആദ്യം ആലോചിച്ച് പിന്നെ പറയാം. എന്തായാലും തന്റെ കവിതയാ. പിന്നെ ആ കുട്ടിക്ക് തന്റെ ഒരു അനുഗ്രഹം വേണമെന്ന്. തുള്ളാനും കുത്താടാനും വേറെ ഒന്നും കിട്ടിയില്ലേ? അതൊക്കെ എനിക്കിപ്പോ പോണേ ഇവിടുന്ന്. അങ്ങനല്ല, ഇപ്പൊ എഴുതിട്ട് പോയാൽ ഭയങ്കര ഇൻസൾട്ടിംഗ് ആയിട്ട് തോന്നും. തുടങ്ങി അപ്പൊ പോവാം, പ്ലീസ്. First item, Nirtya Shilpam, Prometheus, presenting Haritha Menon and group, based on a very famous and popular poem of our chief guest, Mr. Chandra Das, written in the year 1972. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു ചെറിയ പെൺകുട്ടി ഇത്ര ആഴത്തിലൊരു കവിത കണ്ടെത്തുക, അതിന് ദൃശ്യപരമായി ഇങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ, നോ, ഐ കാൻ ബിലീവ് ഇറ്റ്. സംബഡി ഷുഡ് ബി ബിഹൈൻഡ് ഇറ്റ്. സഹായിച്ചിട്ടുണ്ട് നമ്മുടെ പത്മിനി ടീച്ചർക്ക്. അത്യാവശ്യം പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ കവിത തിരഞ്ഞെടുത്തതും പുതിയ വരികളിൽ ചേർത്തതും ബാക്കി കാര്യങ്ങൾ ചെയ്തതും എല്ലാം ആ കുട്ടി തന്നെയാണ്. അതും താനാണ് ചീഫ് ഗസ്റ്റ് എന്ന് അറിഞ്ഞതിന് ശേഷമുള്ള ഈ ചുരുങ്ങിയ ദിവസങ്ങൾ. നുണയാണത്, ഞാനത് വിശ്വസിക്കില്ല. എന്നെ അതാകെ ഉലച്ചു കളഞ്ഞു. ആ കവിത എഴുതിയപ്പോൾ ഞാൻ അനുഭവിച്ച വികാരം
ആ പ്രക്ഷുബ്ധത, രോഷം, പ്രത്യാശ എല്ലാം ഞാൻ വീണ്ടും അനുഭവിച്ചു. പിന്നെ വിപ്ലവത്തിന്റെ ആ ദിനങ്ങളും. എന്തായാലും എനിക്ക് സമാധാനമായി. കണ്ണു പൊട്ടണ ചീത്ത കേൾക്കാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്റെ കവിത എടുത്ത് കുളവാക്കി, വേണ്ടാത്തവരെ എഴുതി ചേർത്തു, ധിക്കാരം കാണിച്ചു, തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇട്ട് പൊരിക്കുമെന്നാ ഞാൻ കരുതിയേ. ഹാവ്, ഇന്ന് സമാധാനമായിട്ട് കിടന്നു ഉറങ്ങാം. മണി 12 കിടക്കാം. താൻ കിടന്നോ? എനിക്കിന്ന് ഉറക്കല്ലാത്ത രാത്രിയാ. ഓഹോ, എന്നാ ഗുഡ് നൈറ്റ് ആണ്. ആ, അമ്മതൻ നെഞ്ചിന്നെരുപ്പോടിൽ നിന്നും പന്തം കൊളുത്തിപ്പിറന്നവനാണു ഞാൻ. ഘനതിമിര പാളികൾ കീറി പ്രോഗ്രാം ഒക്കെ നന്നായി. എന്നാൽ ഹരിതയുടെ ഭരതനാട്യ ഇതിലും നല്ലത്. അതും മതിയായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. അയാൾക്കടെ കവിതയും മനസ്സിലായില്ല, പ്രസംഗവും മനസ്സിലായില്ല. നിനക്ക് പിന്നെ എന്താ മനസ്സിലാവുക? ചെമ്മീൻ കറിയുടെ മോളല്ലേ. ചാളയിലും ചെമ്മീനും എന്തെന്നറിയാം, പിന്നൊക്കെ 0. ദേ നോക്കി, എന്നാലും നിന്റെ അച്ഛനേക്കാൾ ഭേദ. മനുഷ്യരുടെ ശരീരം കീറി മുറിക്കുന്ന പണിയേക്കാൾ എത്ര നല്ലതാ ചെമ്മീൻ കമ്പനി. കവിത മനസ്സിലാക്കാൻ അച്ഛൻ കവി ആവണമെന്നൊന്നും ഇല്ല. നല്ല മനസ്സുണ്ടായാ മതി. എനിക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോ കണ്ണു നിറഞ്ഞുപോയി. പാവം, മുറിവേറ്റൊരു പക്ഷിയാണത്രേ. ഇവക്ക് അയാളോട് പണ്ടേ പ്രേമ. ഇപ്പൊ നേരി കണ്ടപ്പോ പിന്നെ പറയേ വേണ്ട. പ്രായം എത്തിരി ഉണ്ടെങ്കിൽ ആള് നല്ല സുന്ദരനാണല്ല. ഓടി അവിടുന്ന്. ആയിക്കോ ആയിക്കോ. ഹരിതേ, ഹരിതയ്ക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്. എനിക്കോ? അതേനേ. ജസ്റ്റ് എ മിനിറ്റ്. ഓരോരുത്തരായിട്ട് കൊടുക്കും. എത്ര കൂട്ടരുത്. അടുത്താള് മതി, ഇനി പിന്നെ എല്ലാരും പൊയ്ക്കോളൂ. ഹരിത വരൂ. ഹരിത അല്ലേ? ഫുൾ നെയിം ഹരിത മേനോൻ. ഹരിതയാണ് നല്ലത്. ഹരിത. There we feel a color or color of a feel. ഹരിത സാറിന്റെ ഒരു ആരാധിക. ഞാനും അതെ. നേരിട്ട് കണ്ട് സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞപ്പോ പിന്നെ കാണാൻ പേടിയായി. നന്നായില്ല. 3-4 ദിവസം കൊണ്ട് തട്ടിക്കൂട്ടിയതാണേ. നന്നായില്ലെന്നോ? ഞങ്ങളൊക്കെ ആകെ ത്രിൽഡ് ആയിട്ടിരിക്കുക. പക്ഷെ എനിക്ക് തൃപ്തിയില്ല. അപ്പോ എഴുതിയാളുടെ കാര്യം പറയണോ? കവിത നശിപ്പിച്ചു എന്ന് തോന്നണുണ്ടാവും. എനിക്കിഷ്ടായി. വളരെ നന്നായി. ഒരു സമ്മാനം. മിടുക്കിയാവും. എവിടെ നാട്? നാട് അമേരിക്കക്കാരിയാണ്. ജനിച്ചതും വളർന്നതൊക്കെ അവിടെയാ. സെക്കൻഡറിക്ക് ഇവിടെ ചേർന്നത്. ഓഹോ, പിന്നെ എങ്ങനെ കിട്ടി ഈ കുട്ടിക്ക് ഇത്ര ശുദ്ധമായ മലയാളം? അച്ഛന്റെ അമ്മയുടെ വീട് ഒറ്റപ്പാലത്താ. അങ്ങനെ വരട്ടെ. അമേരിക്കയിലായാലും ആഫ്രിക്കയിലായാലും മത്തം കുത്തിയാ കുമ്പളം മുളയ്ക്കുവോ? എന്റെ കവിത തന്നെ തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? കാരണമൊന്നുമില്ല. സാറാ വരണമെന്നറിഞ്ഞപ്പോ ഒരു രസം. എഴുതിയതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടാ പ്രൊമത്യൂസ്. ഇയാൾക്കും അറിയാം കുറേശ്ശെ കവിത. സാറിന്റെ കവിതയിൽ കോറസ് ഉണ്ടായിരുന്നില്ലല്ലോ, അത് ഹരിത എഴുതി ചേർത്തത്. എഴുതണം, ധാരാളം എഴുതണം. ഹരിതയ്ക്ക് നല്ല ഭാവിയുണ്ട്. പറഞ്ഞു കൊടുക്കണം സർ. എല്ലാം ഉണ്ട് കുറേശ്ശെ. ഇത്തിരി സംഗീതമുണ്ട്, വയലിൻ വായിക്കും, 5-6 കൊല്ലം ഡാൻസ് പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് എഴുതും. പക്ഷെ ഉഴപ്പാ. ഹലോ മിസ്റ്റർ ചന്ദ്രദാസ്. എന്താ സിസ്റ്റർ,
ചന്ദ്രദാസിനെ പോലുള്ള ഗസ്റ്റുകൾ വരുമ്പോ വിസിറ്റേഴ്സ് റൂമിലാണോ ഇരുത്തേണ്ടത്? എന്റെ ഓഫീസിൽ ഇരുത്താമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞു, പക്ഷേ അദ്ദേഹം ഇവിടെ ഇരുന്നാ മതിയെന്നാ പറഞ്ഞത്. സാറ് ഹരിതയെ അഭിനന്ദിക്കാൻ വന്നതാ. ഓ വെരി ഗുഡ് വെരി ഗുഡ്. അഭിനന്ദിച്ച് കഴിഞ്ഞിരിക്കുമല്ലേ? കീപ് ഇറ്റ് അപ്പ് ഹരിത മേനോൻ. നമുക്ക് ഓഫീസിൽ പോയിരുന്ന് ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് പോകാം. വരൂ. ആ പ്രിൻസിപ്പലിന് ഒരു കോമൺ സെൻസും ഇല്ല. നമ്മൾ എന്തിനാ പോയെ? അയാളുടെ കാപ്പി കുടിക്കാനാ? ആ കുട്ടിയോടാണെങ്കിൽ ഒന്ന് സംസാരിക്കാനും കഴിഞ്ഞില്ല. ഇതിക്കുള്ള എന്താ സംസാരിക്കാനുള്ളത്? അഭിനന്ദനം അറിയിച്ചു, സമ്മാനം കൊടുത്തു, നമ്മുടെ കടമ കഴിഞ്ഞു. അതെ, എന്നാലും എന്താ എന്നാലും എന്താണ്? ആ മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ല. വല്ലാത്തൊരു ആകർഷണം. അവള് മുറിയിലേക്ക് കടന്നു വന്നത് താൻ കണ്ടോ? ഭയന്ന ഒരു മാൻപേടെ പോലെ. എന്റെ കവിതയിൽ അവൾ എഴുതി ചേർത്ത വരികൾ താൻ ശ്രദ്ധിച്ചോ? പിന്നെ ഉഗ്രൻ, തന്നേക്കാൾ ഉഗ്രൻ. അല്ല, എന്ന് വെച്ചാൽ ഈ പ്രായമൊക്കെ കണക്കാക്കുമ്പോ അല്ലേ? അതെ, അതാണ് കാര്യം. ഈ പ്രായത്തിൽ അവളത് ചെയ്തു എന്നുള്ളതാണ്. ഹായ് പ്രോമിത്യൂസ്. ഓ സാറോ? ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഞാനൊരു മണിക്കൂറായി ഇതിന്റെ ഉള്ളില്. ഹരിത ഇവിടെ ഉണ്ടായിരുന്നു. ഞാനിപ്പോ വന്നതേ ഉള്ളൂ. പുസ്തകം എടുക്കുന്നില്ലേ? ഇല്ല, ഞാൻ വയലിന്റെ സ്ട്രിങ് മേടിക്കാൻ വന്നതാ. ഓഹോ, അത് ഇവിടെ കിട്ടുവോ? നേരത്തെ പറഞ്ഞേൽപ്പിച്ച കൊണ്ടുവന്ന് തരും. ഞാൻ കൊടുക്കാം. വേണ്ട സാർ. ഞാൻ കൊടുക്കാം കുട്ടി. ഞാൻ വാങ്ങി തരുന്ന കമ്പി കെട്ടിയാൽ ഹരിതയുടെ വയലും പാടുമെന്നറിയാലോ. ടേക്കർ ബില്ലോസ്. ഞാൻ പൊയ്ക്കോട്ടെ സാർ? വണ്ടിയുടെ ഹരിതയെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, എനിക്ക് സൈക്കിളുണ്ട്. എങ്കില് എന്നോടൊപ്പം ഒരു കപ്പ് കാപ്പി കഴിക്കുന്നതിൽ വിരോധമുണ്ടോ? അത് സോറി സാർ. ഒരു കപ്പ് കാപ്പി കഴിച്ചു എന്ന് വിചാരിച്ച് ഹരിത ചീത്തക്കുട്ടിയൊന്നും ആവില്ല. അതല്ല, ഇപ്പൊ എനിക്ക് വയലിന്റെ ക്ലാസ് ഉണ്ട്. ഇനി ഒരിക്കലാവാം. ഇനി നമ്മൾ കണ്ടുമുട്ടുമെന്ന് എന്താ ഉറപ്പ്? ഞാനിവിടെ സ്ഥിരതാമസക്കാരനൊന്നുമല്ല. കൂടി വന്നാൽ ഒരാഴ്ചയും കൂടി ഉണ്ടാവും. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, പോയിക്കോളൂ. ഞാൻ വരാം. ഹരിത വല്ലാതെ പരിഭ്രമിച്ചിരിക്കണോ? അമേരിക്കൻ കൾച്ചറിൽ വളർന്ന കുട്ടികൾ എങ്ങനെയാ? ഏയ്, പരിഭ്രമൊന്നും ഇല്ല. പിന്നെന്താ? ഒന്നും സംസാരിക്കാതെ, എനിക്ക് മുഖം പോലും തരാതെ, വെറും ഒരു ചായ കുടിക്കാൻ മാത്രമല്ല നമ്മളിവിടെ വന്നത്, സംസാരിക്കാൻ കൂടിയാ. ഇങ്ങനെ അകൽച്ച സൂക്ഷിച്ചാൽ നമ്മൾ എങ്ങനെയാ സുഹൃത്തുക്കളാകുക? ഹരിത വെറും ഒരു ഒറ്റപ്പാലത്തുകാർ ചിരിത് തന്നെ. നല്ലതാണ്. ഈ ഗ്രാമീണത ഹരിതയ്ക്ക് കൈമോശം വരാതിരിക്കട്ടെ. അമേരിക്കയിൽ ഞങ്ങൾ തനി ഒറ്റപ്പാലത്തുകാരാ. അച്ഛന് നിർബന്ധം അത്. വീട്ടിൽ മലയാളം അല്ലാതെ ഒരു വാക്കും മിണ്ടിക്കില്ല. ഇപ്പോഴും ഇവിടുന്ന് കൊടമ്പുളിയും ഉപ്പുമാങ്ങയും കാച്ചിയെണ്ണയും ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോകും. സെക്കൻഡറിക്ക് എന്നെ ഇവിടെ കൊണ്ട് ചേർത്തതും അതുകൊണ്ടാ. അമ്മയ്ക്ക് ഇഷ്ടമല്ല ഞാൻ ഇവിടെ പഠിക്കുന്നത്. അതെന്താ? എന്തോ അമ്മയ്ക്ക് ഇവിടെ വരണത് തന്നെ ഇഷ്ടമില്ല. ഹരിതയ്ക്കോ? എനിക്ക് ഇവിടെയാ ഇഷ്ടം. ഇവിടെന്ന് വെച്ചാ തറവാട്ടില് എന്ത് രസാണെന്നറിയോ ഞങ്ങളുടെ വീട്. പാടവും പറമ്പും ചക്കയും മാങ്ങയും അണ്ണാറക്കണ്ണന്മാരും. ഒരണ്ണാറക്കണ്ണനെ ഞാൻ പിടിച്ച് വളർത്തുന്നുണ്ട്, കണ്ണൻ. ഞാൻ ചെന്നാ പിന്നെ എന്റെ ദേഹത്തൊന്നും മാറില്ല, എന്റെ പോക്കറ്റിലൊക്കെ വന്നിരിക്കും. അച്ഛനെ കാണാൻ പറ്റില്ല എന്നൊരു വിഷമം എനിക്കുള്ളൂ. പാവം, എന്നെ ജീവനാ. അതുകൊണ്ട് ചെക്കൻ എന്താ അസൂയെന്നറിയോ? ഗോപുന്. ഞങ്ങൾ തമ്മിൽ എന്നും ഇടിയാ. ഞാൻ അച്ഛന്റെ മോളും അവൻ അമ്മയുടെ മോനും. ഞാൻ വെറുതെ സാറിനെ ബോറടിപ്പിച്ചു. അച്ഛനെയും അമ്മയും ഗോപുനെയൊക്കെ ഓർത്തപ്പോ ശലൈ
ഹരിത ഭാഗ്യവതിയാണ്. അതെ, അല്ലെങ്കിൽ ഞാൻ ഡോക്ടർ ഹരികുമാര മേനോന്റെ മകളായി ജനിക്കില്ല. ആരുടെ? ഡോക്ടർ ഹരികുമാര മേനോൻ എന്റെ അച്ഛന്റെ പേരാ. അമ്മയുടെ പേര് അനിത. അച്ഛന്റെ ഹരിയും അമ്മയുടെ പേരിലെ തായും കൂട്ടിയതാ എന്റെ പേര് ഹരിത. ഈശ്വര, പ്രിൻസിപ്പൾ.